മുതലാളി ഒന്നുകൾ വന്നേ. എന്താ ഒരു അത്യാവശ്യത്തിന് ഫോൺ വിളിച്ചോന്ന് എടുത്തൂടെ മുതലാളി? വിളിച്ചായിരുന്നോ? ഇല്ല. എന്താ കാര്യം? നമ്മുടെ പല്ല് പോയി മുതലാളി. പല്ലോ? ആരുടെ പല്ല്? ആരുടെയും പല്ലല്ല, നമ്മുടെ കമ്പനിയിൽ നിന്ന് ചവിട്ടി കയറി പോയ വണ്ടി വേറൊരു വണ്ടിയായിട്ട് ഇടിച്ച് അതിന്റെ ഗിയർ ബോക്സിന്റെ പല്ല് മുഴുവൻ പോയി നാശമായി മുതലാളി. എന്തൊരു കഷ്ടാണ്. എന്നാ പിന്നെ വേറെ വണ്ടി വിളിച്ചു വിടാൻ പാടില്ലേ? എങ്ങനെ വേറെ വണ്ടി വിളിക്കും? 5-6 മാസമായിട്ട് ഇവൻ ഓടിയിട്ട് അവന് പൈസ കൊടുത്തിട്ടുണ്ടാ. എടാ അപ്പൊ ലോഡ് മുഴുവൻ വഴിയിൽ ഇറക്കിയിട്ടേക്കാണ് മുതലാളി. 5-6 ലക്ഷം രൂപയുടെ മുതലുണ്ട് മുതലാളി. കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, എളുപ്പം വാ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ആരോടെങ്കിലും ഒരു 19,000 രൂപ മറിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. വൈകുന്നേരം നമുക്ക് കൊടുക്കാം. ഈവനിങ് ബ്രാഞ്ചിൽ നിന്ന് എടുത്തു കൊടുക്കാം. മുതലാളി വൈകുന്നേരം ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കാന്ന്. എടുത്തു കൊടുക്കാടാ. നടക്കണ കാര്യം വല്ലോണ്ട് പറ മുതലാളി. കുറച്ച് പൈസ എടുത്തുണ്ടോ ആ ലോഡ് വേണമെങ്കിൽ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ, അതെ, സത്യശീലൻ മുതലാളിയാണ്. അതെ അതെ, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കൊരു 50,000 രൂപ മറിക്കാൻ. ഒരു സെക്കൻഡ്, ഇവിടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ഒന്നിച്ച് വിളിക്കാം. എന്താ അതൊരാള്, ഇത് വേറൊരാള്. അതെ, ഞാൻ മണ്ടോതിരി, മുതലാളിയുടെ കമ്പനിയിലെ ജീവനക്കാരിയാ. എന്താ മണ്ടു, എന്താ കാര്യം? എന്റെ മോളുടെ കല്യാണം. എവിടുന്നാ ചെക്കൻ? എന്താ ചെക്കൻ ജോലി? അതൊക്കെ കല്യാണം വിളിക്കാൻ വരുമ്പോ ഞാൻ പറയാം. അപ്പോ കല്യാണം വിളിക്കാൻ വന്നതല്ലേ? അല്ല, പിന്നെ ഞാൻ പരാതി കൊടുക്കാൻ പോണൂന്ന് പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, അതെന്തു പറ്റി? ആ ചെറുക്കിന് വേറെ ഭാര്യ മക്കളുണ്ടോ? ദേ, മുതലാളിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് തോന്നിയ ദിവസം പറഞ്ഞിട്ടല്ലോ, നിങ്ങളുടെ ഭർത്താവ് എന്നെ ചതിച്ചത്. എന്താണ് കാര്യം? എന്താന്ന് അറിഞ്ഞിട്ട് പോകടി. എന്താണ്? അതെ, ഞാൻ ക്ഷേമനിധി പോയിരുന്നു എന്റെ പൈസ ചോദിച്ചോണ്ട്. അവിടെ അവര് കമ്പ്യൂട്ടർ കുത്തിയിട്ട് പറയാ എന്റെ പൈസ ഒന്നും അവിടെ ഇല്ലെന്ന്. അതിന് കമ്പനി മുതലാളി എന്ത് വേണം? കമ്പനി മുതലാളി എന്ത് വേണം? മാസം മാസം ക്ഷേമനിധിയിൽ അടയ്ക്കാൻ ദേ ഈ മനുഷ്യന്റെ കയ്യിൽ ഞാൻ പൈസ കൊടുത്ത് വിട്ടതാ. അതൊക്കെ ഇയാൾ അങ്ങ് വിഴുങ്ങി. അതെ, കഥകളി കളിക്കൊന്നും വേണ്ട. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് എന്റെ പൈസ അവിടെ കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാള് വിവരം അറിയും. മണ്ടു, നിനക്ക് ഇതൊക്കെ ഇവിടെ തന്നെ വന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അങ്ങ് കമ്പനിയിലേക്ക് വരില്ലേ? അവിടെ നിന്ന് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് കമ്പനിയിൽ ആരും ഇല്ല. ആരും ഇല്ലെന്നോ? അപ്പൊ എന്താ ജോലിയൊന്നും നടക്കുന്നില്ലേ? രാവിലെ അവിടെ മോട്ടർ ഇട്ടപ്പോ അത് തിരിഞ്ഞിറങ്ങി. പിന്നെ ഏതാണ്ട് തീയോ പുകയൊക്കെ വന്നു പറയണ കേട്ടു. ഞാൻ ആദ്യം ഓടി. എന്ത്? അപ്പൊ അവിടെ ആരുമില്ലേ? ഇവിടെ കഥ പറഞ്ഞോണ്ട് നിക്കാതെ ക്ഷേമനിധിയിൽ കൊണ്ടുപോയിട്ട് എന്റെ പൈസ അടയ്ക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ക്ഷമിക്കൂ. എന്റെ ദൈവമേ, ഏത് നശിച്ച നേരത്താണ് അവൻ ഫാക്ടറി തുടങ്ങാൻ തോന്നിയത്? ഞാനും അതാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഇനി കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളുടെ ക്ഷേമനിധിയുടെ പൈസ എടുത്ത് ആ പെങ്കൊച്ചിന്റെ പൈസ കൊടുക്കാൻ നോക്ക്. വിവരക്കേട് പറയല്ലേ ശ്യാമളെ, എനിക്ക് ക്ഷേമനിധി ഇല്ലല്ലോ. അതെന്താ നിങ്ങളുടെ ക്ഷേമനിധി എവിടെ പോയി? മുതലാളിമാർക്ക് ക്ഷേമനിധി കാണൂല, തൊഴിലാളികൾക്ക് ക്ഷേമനിധി കാണൂ. നിലവിൽ അപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ലേ സത്യേട്ടാ? അതിനിടയ്ക്ക് ആ മോട്ടറും തിരിച്ചു കറങ്ങി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അത് മറിച്ച് കറക്കണം. അതല്ല, ആ പെങ്കൊച്ചിന് പൈസ കൊടുക്കാൻ എന്ത് ചെയ്യുമെന്ന്. അതിന്റെ മോളുടെ കല്യാണം വരണേ. അതിനൊരു ഐഡിയ. നീ അച്ഛന് പൈസ കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നില്ലേ? അത് കുറച്ച് പൈസ നീ എനിക്കിതാ. കടമായിട്ട് മതി. ബോംബെയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പൈസ ഞാൻ തിരിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താന്നോ? ഞാൻ ലോൺ എടുക്കണതേ എന്റെ അച്ഛന്റെ പൈസ തിരിച്ചു കൊടുത്തിട്ട് എന്റെ അനിയത്തിയുടെ കല്യാണം നടത്താനാ. അതിൽ നിന്ന് ഒരു നയ പൈസ നിങ്ങൾക്ക് കിട്ടുന്നു വിചാരിക്കണ്ട. കടമായിട്ട് മതി. വേണ്ട. പൈസ